കൃഷ്ണ വിഗ്രഹം വരച്ചതിന്റെ പേരിൽ സൈബർ ആക്രമണത്തിനിരയായ ജസ്ന സലീമിനെ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് അത്തോളി മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന വാർത്തകൾ പുറത്തുവരികയാണ്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ നാളിലാണ് ഗുരുവായൂരപ്പന്റെ ചിത്രം വരച്ച് ഉപജീവനം നടത്തുന്ന ഒരു സാധു സ്ത്രീ എന്ന തലക്കെട്ടോടെ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നത്. പിന്നാലെ ഒരു പ്രമുഖ വ്യവസായിയുമായി ജസ്ന സംസാരിച്ച ഒരു വോയിസ് ക്ലിപ്പ് അടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ഇതിന് പിന്നാലെയാണ് ജസ്ന അമിതമായ ഗുളികകൾ കഴിച്ചെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിക്കുന്നത്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെയാണ് ജസ്ന ഗുളിക കഴിച്ചിരിക്കുന്നത്. കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടിയ ജസ്ന നേരത്തെ തന്നെ രൂക്ഷമായ സൈബർ ആക്രമണം തന്നെ നേരിട്ടിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ RSS കാര്യാലയം സന്ദർശിച്ച സുരേഷ് ഗോപിക്കൊപ്പം കാര്യാലയത്തിൽ ജസ്നയും RSS നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിരുന്നു. തുടർന്നാണ് ഒരു വിഭാഗം ആളുകൾ ജസ്നയ്ക്കെതിരെ രംഗത്തെത്തിയത്. അതായത് ജസ്ന ഒരു തട്ടിപ്പുകാരിയാണെന്ന് തന്നെയായിരുന്നു സമൂഹ മാധ്യമങ്ങളടക്കം സൈബർ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, ജസ്നയുടെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയിരുന്നു. അതായത് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ജസ്ന നൽകിയ പരാതിയുടെ FIR കോപ്പി സഹിതം ജസ്ന ഹണി ട്രാപ്പ് തട്ടിപ്പുകാരി എന്ന് ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു ജസ്നയ്ക്കെതിരെയുള്ള സൈബർ ആക്രമണം ഉണ്ടായത്. ഇതിന് വിശദീകരണവുമായി ജസ്ന പിന്നീട് രംഗത്തെത്തുകയും ചെയ്തു. ജസ്ന പറഞ്ഞത് താൻ കൃഷ്ണഭക്തയാണെന്നും സ്വഭാവ ദൂഷ്യം ആരോപിക്കുന്നത് ആസൂത്രിതമായ ആക്രമണത്തിന്റെ ഭാഗമാണെന്നും ജസ്ന മാധ്യമങ്ങൾക്ക് മുൻപാകെ വിശദീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ജസ്ന ഇപ്പോൾ അമിതമായി ഗുളികകൾ കഴിച്ചുകൊണ്ട് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലായിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. അതേസമയം നമുക്കറിയാം, 2021 ജസ്നയെക്കുറിച്ചുള്ള വാർത്തകൾ പുറം ലോകത്തേക്ക് എത്തുന്നത്. ആ വാർത്ത ഇങ്ങനെയാണ്: വർഷങ്ങളായി കോഴിക്കോട് കൊയിലാണ്ടിയിലുള്ള ജസ്ന സലീം ശ്രീകൃഷ്ണനെ വരയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ 500-ലധികം കൃഷ്ണനെ അവൾ വരച്ചു കാണും. അതിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമർപ്പിച്ച ചിത്രവും പെടുന്നു. പക്ഷേ ഒരു ഇസ്ലാം മത വിശ്വാസിയായ ജസ്ന ഏതെങ്കിലും ക്ഷേത്രത്തിൽ എത്തുകയോ അല്ലെങ്കിൽ കണ്ണനെ അടുത്ത് കാണുകയോ നേരിട്ടൊരു ചിത്രം സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം അത് സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ജസ്ന എന്നാണ് ആ വാർത്തകൾ. അതായത് പന്തളത്തുള്ള ഉള്ളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുനടയിൽ കൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ ജസ്ന താൻ വരച്ച ചിത്രം സമർപ്പിച്ചു. ആ സന്തോഷത്തെക്കുറിച്ച് ജസ്ന പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ജസ്നയോട് ചോദിച്ചത് എങ്ങനെയാണ് ഇത്രയധികം കൃഷ്ണനെ വരച്ചത് എന്നാണ്. ഇതിനെക്കുറിച്ച് ജസ്നയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: വീടിൻ്റെ തൊട്ടടുത്ത് ഒരു നാഗക്കാളി ക്ഷേത്രമുണ്ട്. ഇവിടെ ഉത്സവത്തിന് ശ്രീകോവിലിൻ്റെ മുന്നിൽ പോയി എന്നല്ലാതെ ഒരു ക്ഷേത്രത്തിലും കയറുകയോ വിഗ്രഹം അടുത്ത് കാണുകയോ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്ഷേത്രത്തിൽ കയറി ഒരു കണ്ണനെ അടുത്ത് കാണുന്നത്. ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ ഇത്ര കാലം കരുതിയിരുന്നത് ക്ഷേത്രത്തിനകത്തെ വിഗ്രഹവും ഞാൻ വരയ്ക്കുന്ന ഫോട്ടോയൊക്കെ പോലെയോ അല്ലെങ്കിൽ മറ്റ് ഫോട്ടോയിലെ പോലെയൊക്കെ ആകാം എന്നാണ്. പക്ഷേ അകത്ത് ഇങ്ങനെയാണ് കണ്ണനെന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അകത്ത് കയറി കണ്ണനെ നേരിട്ട് ചിത്രം സമർപ്പിക്കാനായതിൽ ഒത്തിരി സന്തോഷം തോന്നിയെന്നാണ് ജസ്ന പറഞ്ഞത്. അത് മാത്രമല്ല, തൻ്റെ കുടുംബം വളരെ യാഥാസ്ഥിക മുസ്ലിം കുടുംബമാണ്. പക്ഷേ അവർ എന്നെ കുഞ്ഞിലെ കണ്ണ എന്ന് വിളിക്കുമായിരുന്നു. അത് കളിയാക്കിയിട്ടായിരുന്നു വിളി. മുസ്ലിം കുടുംബത്തിലൊരു കുട്ടിയെ കണ്ണ എന്ന് വിളിക്കുന്നത് കളിയാക്കിയുള്ള വിളിയാണല്ലോ. അങ്ങനെ വീടിനടുത്തുള്ള കുട്ടികൾ സ്കൂളിലൊക്കെ ചെന്ന് പറയും. അങ്ങനെ സ്കൂളിലും അതറിയും. അതുകൊണ്ട് എനിക്ക് കണ്ണ എന്ന് കേൾക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഞാൻ അന്ന് കണ്ണൻ്റെ ചിത്രങ്ങളൊന്നും കണ്ടിട്ടില്ല. കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവാണ് കണ്ണനെ കാണിച്ചു തരുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എവിടെ കണ്ണനെ കണ്ടാലും ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഭർത്താവിൻ്റെ ഒട്ടുമിക്ക സുഹൃത്തുക്കളും ഹിന്ദുക്കളാണ്. അവരുടെ വീട്ടിൽ പോകുമ്പോഴെല്ലാം കണ്ണൻ്റെ വിഗ്രഹവും ഫോട്ടോയും ഒക്കെ കാണും. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. കാരണം നല്ല ആഭരണങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്ന കുഞ്ഞി കണ്ണനെയാണ് മിക്കയിടങ്ങളിലും കണ്ടത്. ഇപ്പോൾ ലോകം തന്നെ എന്നെ കണ്ണ എന്ന് വിളിക്കുന്നു. അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതേസമയം തൻ്റെ വീട് പൊളിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു ഷെഡിലായിരുന്നു താമസമെന്നും ആ സമയത്ത് തന്നെയാണ് ഞാൻ എൻ്റെ ഇളയ കുഞ്ഞിനെ ഗർഭിണിയാകുന്നതും. അതേസമയം ഞാനൊന്ന് വീണിരുന്നു. അന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ബെഡ് റെസ്റ്റ് പറഞ്ഞു. അന്ന് ഷെഡിനകത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് പുറത്തേക്ക് എനിക്കൊരു കട്ടിലിട്ട് തന്നിരുന്നു. ആ കട്ടിലിൽ നിന്ന് കിടക്കുന്ന സമയത്ത് പണിക്കാർ വാർപ്പിന് കൊണ്ടുവന്ന കുറേ പേപ്പറുകൾ ഉണ്ടായിരുന്നു വീട്ടിൽ. അതിന് മുകളിലെ ഒരു കണ്ണൻ്റെ ഫോട്ടോ കണ്ടു. കുമ്പിട്ട് മധുരം എടുത്ത് കഴിക്കുന്ന ഫോട്ടോയാണ്. അങ്ങനെ കണ്ണൻ കൊള്ളാലോ, ഇതൊന്ന് വരച്ചു നോക്കിയാലോ എന്ന് തോന്നി. അന്ന് മകൻ KG പഠിക്കുകയാണ്. അങ്ങനെ മോൻ്റെ പെൻസിലൊക്കെ എടുത്ത് ഞാനത് വരച്ചു നോക്കി. വരച്ചത് നന്നാവുകയും ചെയ്തു. ഭർത്താവ് ജോലിക്ക് പോയി വന്നപ്പോൾ കാണിച്ചു കൊടുത്തു. അന്ന് ഭർത്താവ് പറഞ്ഞു, നീ ഇത് വരച്ചതൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ വീട്ടിൽ വെക്കണ്ട, കാരണം ഭർത്താവിൻ്റെ വീട്ടുകാരല്ല, എൻ്റെ വീട്ടുകാർ കണ്ടാൽ അത് പ്രശ്നമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് വരച്ചതല്ലേ, നശിപ്പിച്ച് കളയില്ല, കൂട്ടുകാർക്ക് സമ്മാനമായി കൊടുക്കാമെന്ന്. ഭർത്താവ് അത് ഫ്രെയിമൊക്കെ ചെയ്തു തന്നു. അങ്ങനെ ഞാനൊരു ഹിന്ദു കുടുംബത്തിന് അത് സമ്മാനമായി നൽകി. ആ കുടുംബം പിന്നെ എന്നോട് ആ ചിത്രം വീട്ടിലെത്തിച്ചതിന് ശേഷം അവർക്ക് നല്ല
കാര്യങ്ങളൊക്കെ ഒരുപാട് നടന്നുവെന്ന് പറഞ്ഞു. എൻ്റെ സ്വന്തം സ്ഥലം താമരശ്ശേരിയിലെ പൂനൂരാണ്. അവിടെ മുസ്ലിങ്ങളാണ് തിങ്ങി പാർക്കുന്നത്. അവിടെ നിന്നും ഒരു മുസ്ലിം കുട്ടി കൃഷ്ണനെ വരയ്ക്കുന്നു എന്ന് ആ കുടുംബം പറഞ്ഞ് കുറേ പേർ അറിഞ്ഞു. അവർക്കൊക്കെ അത് അത്ഭുതമായിരുന്നു. ആ കുടുംബം ആ കൃഷ്ണനെ വീട്ടിൽ വെച്ചതിന് ശേഷം നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞതറിഞ്ഞ് കുറേ പേർ വിളിച്ചു കൃഷ്ണനെ വാങ്ങി. പിന്നെ ചിലർ ഞാനൊരു മുസ്ലിം കുട്ടിയാണ്, അവൾക്കൊരു പ്രചോദനമായിക്കോട്ടെ എന്ന് കരുതിയും ചിത്രം വാങ്ങി. ഒരുപാട് ആളുകൾ കണ്ണൻ്റെ ചിത്രം തേടി എൻ്റെ അടുത്ത് വരാറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം കണ്ണനെ ഞാൻ വരച്ചത്. നാട്ടിൽ നിന്ന് മാത്രമല്ല 14 ജില്ലകളിൽ നിന്നും തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ആളുകൾ കണ്ണനെ തേടി വിളിക്കാറുണ്ട് എന്നായിരുന്നു ജസ്ന പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.